സൂറത്ത് അഹ്സാബിലെ 31-ാമത്തെ ആയത്ത്, അതാണ് ജബ്ബാർ കൈകാര്യം ചെയ്യുന്ന അടുത്ത ആയത്ത്. ومن يقنط منكن لله ورسوله وتعمل صالحا نؤتها أجرها مرتين وأعتدنا لها رزقا كريما. തൊട്ടു മുമ്പ് 30-ാമത്തെ ആയത്തിൽ യാ നിസാ അൻ നബിയ്യി, പ്രവാചകൻ്റെ പത്നിമാരെ എന്ന് വിളിച്ചിട്ടാണ് സംഗതി പറയുന്നത്. വമൻ യഖ്നുതു മിൻകുന്ന ലില്ലാഹി വറസൂലിഹി വതഅമ്മൽ സാലിഹ, നിങ്ങളിൽ ആര് അള്ളാഹുവിനും അവൻ്റെ റസൂലിനും വിധേയപ്പെട്ട് അനുസരിച്ച് കഴിയുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്യുന്നുവോ നൂത്തിഹാ ജിറഹ മറത്തൈൻ, അവർക്ക് ഇരട്ടി പ്രതിഫലം നമ്മൾ ഒരുക്കി വച്ചിട്ടുണ്ട്. വാഴ്ത്തതിനാലഹ റിസ്ഖൻ കരീമ, മാന്യമായിട്ടുള്ള റിസ്ഖ് വിഭവവും ഒരുക്കി വച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജബ്ബാർ പറയുന്നത്, ഇവിടെ സ്പെഷ്യൽ ഓഫറാണ് നബിയുടെ ഭാര്യമാർക്ക് നൽകാമെന്ന് ഏറ്റിട്ടുള്ളത്. സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞുകൊണ്ട് ജബ്ബാർ ഇവിടെ യഥാർത്ഥത്തിൽ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തത് ജബ്ബാർ പറയുന്ന കാര്യം, പെണ്ണുങ്ങൾക്ക് ഒരുക്കി വെച്ച വിഭവം എന്താണെന്ന് പറയുന്നില്ല, പുരുഷന്മാരുടേത് വിശദീകരിച്ചിട്ടുണ്ട്. റിസുക്കും കരീം, മാന്യമായിട്ടുള്ള റിസുക്ക് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉണ്ടാകാം എന്നാണോ ഒരു മനുഷ്യന് വിഭാവന ചെയ്യാൻ കഴിയുന്നത് അതത്രയും അതിലുണ്ടാകാം, അതാണ് സാധ്യത. ഇവിടെ സ്വർഗത്തിൽ പരലോകത്ത് അല്ലാഹു ഒരുക്കി വച്ചിട്ടുള്ള സംഗതികളെ മുഴുവൻ ഖുർആനിലോ അല്ലെങ്കിൽ ഹദീസിലോ ഒന്നും വിശദീകരിച്ചിട്ടില്ല. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വിശദീകരിച്ച് കൊടുക്കുക എന്നുള്ളത് മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് അത് വിശദീകരിക്കില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട്? ഒന്ന്, ഭൂമിയിലുള്ള വിഭവത്തിന് സമാനമായിട്ടല്ല സ്വർഗത്തിലുള്ള വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഭൂമിയിലെ ജീവിതവും ഇവിടുത്തെ വിഭവങ്ങളും ഒന്ന് വേറെയാണ്, സ്വർഗവും സ്വർഗത്തിലെ വിഭവങ്ങളും അത് മറ്റൊന്നാണ്. അത് രണ്ടിനെയും തുലനം ചെയ്യാൻ തന്നെ പറ്റില്ല. എന്നാൽ മനുഷ്യന് കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ അവന് വിഭാവന ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഇവിടെയുള്ള ചില സംഗതികളുമായി ബന്ധപ്പെടുത്തി അതിനോട് സമാനമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചോ ഖുർആനിലും ഹദീസിലും ഒക്കെ പരാമർശിക്കണം. ഇവിടെ ജബ്ബാർ പറയുന്ന സംഗതി, പ്രവാചകൻ്റെ ഭാര്യന്മാർക്ക് പ്രത്യേക ഓഫർ, അതായത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന ആളുകൾക്ക്, അവരിൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് വിധേയപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക് പ്രത്യേക ഓഫറുണ്ട്. ഇവിടെ മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യം, ഒന്ന്, പ്രവാചകൻ്റെ ഭാര്യമാരോട് ഇത് പറയുമ്പോൾ അവർക്ക് സമൂഹത്തിൽ വിശ്വാസി സമൂഹത്തിൽ അവർക്കുള്ള സ്ഥാനം എന്താണ്, പ്രവാചകരുമായി ഉള്ള ബന്ധത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ കൂട്ടാക്കുന്ന ആളുകൾക്ക് അത് ബോധ്യവുള്ളൂ. അത് അംഗീകരിക്കാത്ത ആളുകളെ സംബന്ധിച്ച് ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് അവർക്കത് പരിഹാസ്യമായി തോന്നാം, അവരതിനെ പരിഹസിച്ചു എന്നും വരാം. അതുകൊണ്ട് വസ്തുതയല്ലാതാവില്ല. മറ്റൊന്ന്, തൊട്ട് മുമ്പ് പ്രവാചകൻ്റെ ഭാര്യമാരോട് പറഞ്ഞത്, അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും വല്ല വിളാച്ച വൃത്തിയും ചെയ്യുകയാണെങ്കിൽ സാധാരണ സ്ത്രീകൾക്കുണ്ടാവുന്ന ശിക്ഷയാവില്ല, ഇരട്ടി ശിക്ഷയാണ് അവർക്ക് നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ കുറ്റത്തിൻ്റെ ശിക്ഷ ഇരട്ടിക്കുമ്പോൾ സ്വാഭാവികമായും നന്മയുടെ സുഹൃതങ്ങളുടെ പ്രതിഫലവും ഇരട്ടിക്കേണ്ടതുണ്ട്. പൊതുവിൽ തന്നെ സുഹൃതങ്ങളുടെ പ്രതിഫലം എന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് 1:10 എന്നതാണ് അള്ളാഹു ഏറ്റവും മിനിമമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. മഞ്ചാ അബിൽ ഹസനത്തി അഷ്റു അംസാലിഹ, ആരാണോ നന്മ ചെയ്യുന്നത് അയാൾക്ക് അതിൻ്റെ 10 ഇരട്ടി ഉണ്ടാവും പ്രതിഫലം എന്നാണ്. ഇത് അള്ളാഹു നേരത്തെ ഓഫർ ചെയ്തിട്ടുള്ളൊരു സംഗതിയാണ്. പക്ഷേ പ്രവാചകൻ്റെ ഭാര്യമാരോട് ഇവിടെ ലഫൈൻ ഇരട്ടി എന്ന് പറയുമ്പോൾ ഈ 10 എന്നതിനൊക്കെ മറികടന്നുള്ള ഒരു പ്രയോഗമാണത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക. അത് പ്രവാചകൻ്റെ ഭാര്യമാരാവുമ്പോൾ അവർക്ക് മറ്റ് സാധാരണ സ്ത്രീകളെപ്പോലുള്ള ജീവിത വിഭവങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള സ്വാതന്ത്ര്യം ഇതൊന്നും ലഭിക്കില്ല എന്നുള്ളൊരു വസ്തുത അവിടെ ഉണ്ട്. കാരണം അവർ സമൂഹത്തിൽ പ്രത്യേകിച്ച് മാതൃകയായി തീരേണ്ട ഒരു സമൂഹമായതുകൊണ്ട് അവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിയന്ത്രണങ്ങളുണ്ടാവും. അത് സ്വാഭാവികമാണ്. അത് പ്രവാചകൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകതയൊന്നുമല്ല. ഇപ്പം ഇന്ത്യൻ രാഷ്ട്രപതി അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ഭാര്യ, പ്രധാനമന്ത്രിയുടെ ഭാര്യ, അതുപോലെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളും അവരുമായി ബന്ധപ്പെട്ട സ്ത്രീകളും അവർക്ക് സാധാരണക്കാരെ പോലുള്ള സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ പറ്റാൻ പാടില്ല എന്നുള്ള ഒരു വസ്തുത ലോകത്തെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ലോകം അത് നടപ്പിൽ വരുത്തുന്നുണ്ടോ അല്ലേ, അതിന് വിരുദ്ധമായിട്ടാണോ അവർ പ്രവർത്തിക്കുന്നത് എന്നത് വേറെ ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷേ വസ്തുത അങ്ങനെയാണ്. അപ്പോൾ അത് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് എന്ന് മാത്രമല്ല, പ്രവാചകനെ സംബന്ധിച്ച് അത് 100% നടപ്പിൽ വരേണ്ട ഒരു സംഗതിയുമാണ്. കാരണം പ്രവാചകനെ പോലെ തന്നെ ഈ രംഗങ്ങളിലൊക്കെ മാതൃകയാവേണ്ടവരാണ് പ്രവാചക പത്നിമാരെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവർക്ക് സാധാരണക്കാരെക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കും എന്നുള്ളത് അത് സ്വാഭാവികമായിട്ടുണ്ടാകേണ്ട ഒരു സംഗതിയാണ്. അതാണ് ഇവിടെ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതിനെ ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് ഇങ്ങനെ പരിഹാസ്യമാക്കി തീർക്കേണ്ട യാതൊരു ന്യായവുമില്ല. അത് ബുദ്ധിപൂർവവുമല്ല, സഹവുമല്ല എന്നുള്ളതാണ്. പിന്നെ യുക്തിവാദികൾക്ക് യുക്തി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എന്തും പറയാം എന്നതാണ് അതിനുള്ള സംഗതി. പിന്നെ ഇവിടെ ജബ്ബാർ പറയുന്നത് സ്ത്രീകൾക്ക് എന്താണ് ഒരുക്കി വച്ചത് എന്ന് എവിടെയും പറയില്ല. പുരുഷന്മാരുടേത് പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാരുടേതോടൊപ്പം തന്നെ സ്ത്രീകളുടേതും ഖുർആൻ പലയിടത്തും എടുത്തു പറഞ്ഞിട്ടുള്ളത് ജബ്ബാർ കാണാതെ പോകുന്നു എന്നതാണ് ജബ്ബാറിൻ്റെ ഏറ്റവും വലിയ ദുര്യോഗമെന്നോ അല്ലെങ്കിൽ ജബ്ബാർ കാണാൻ കൂട്ടാക്കാത്ത ജബ്ബാറിൻ്റെ അന്ധത എന്ന് വേണമെങ്കിൽ അതിനെപ്പറ്റി പറയാം. കാരണം സത്യവിശ്വാസികളെ സംബന്ധിച്ച് പൊതുവിൽ അവരെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ പറ്റി പറഞ്ഞപ്പോൾ ഒമയ്യാമൽ മിനസ്സാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മൂമിൻ, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ വിശ്വാസിയായിക്കൊണ്ട് ഒരാൾ സൽക്കർമ്മം ചെയ്താൽ അവർക്ക് എന്തൊക്കെ കിട്ടും എന്നുള്ളത് ഖുർആൻ പലയിടത്തും എണ്ണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉൾക്കൊള്ളുന്നതാണത്. അല്ലാതെ അവിടെ പുരുഷന്മാരെയും സ്ത്രീകളെയും വേർതിരിച്ച് നിർത്തിയിട്ടൊന്നുമില്ല. പിന്നുള്ളത് ജബ്ബാർ പറയുന്നത് അവിടുത്തെ ഹൂറുല്ലീങ്ങളെ പറ്റിയാണ്. അത് മറ്റൊരു കാര്യമാണ്. പ്രത്യേകം എടുത്തു പറഞ്ഞൊരു സംഗതി എന്നത് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ വിഭവങ്ങളും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒന്നിച്ച് തന്നെയാണ് വിശുദ്ധ ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ജബ്ബാറിനത് മറച്ചു വെക്കേണ്ടതുണ്ട്. കാരണം ജബ്ബാറിൻ്റെ ഉദ്ദേശവും ജബ്ബാറിൻ്റെ മാർഗവും മറ്റൊന്നാണല്ലോ. അതുകൊണ്ട് ജബ്ബാർ അത് വ്യക്തമാക്കൂല ഖുർആൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ സത്യവിശ്വാസികൾ അവരുടെ ഇണകളോടൊപ്പം സ്വർഗത്തിൽ കഴിഞ്ഞുകൂടുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട്. ഹും വസുവാജുഹും ഫീ ളിലാലിൻ അലല്ലറായിക്ക് മുത്തക്കി ഊൻ, അവരും അവരുടെ ഇണകളും. അവിടെ ഹും അവർ സത്യവിശ്വാസികളായ പുരുഷന്മാരും, വസുവാജുഹും അവരുടെ ഇണകളും, ഫീ ളിലാൽ അവരവിടെ തണലുകളിലാണ് ഉണ്ടാവുക.
അലല്ലറായിക്ക് മുത്തക്കിയുവൻ, അവർ സോഫകളിൽ ചാരിക്കിടക്കുന്നവരായിരിക്കും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരുപാട് വിവരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന മട്ടിലാണ് ജബ്ബാറിൻ്റെ ഈ പിത്തലാട്ടം എന്ന് പറയുന്നത്. ജബ്ബാർ അതങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും, ആടിക്കൊണ്ടിരിക്കും. അത് ജബ്ബാറിൻ്റെ മനോരോഗമാണ്. ആ മനോരോഗത്തിന് വേറെ ചികിത്സ ഒന്നുമില്ല. ഖുർആൻ സംഗതി പറയാത്തതല്ല ഇവിടെ പ്രശ്നം. ജബ്ബാർ അത് കാണാനും കേൾക്കാനും കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ജബ്ബാറിൻ്റെ ഇത്തരത്തിലുള്ള പരിഹാസോക്തികൾക്കൊന്നും യഥാർത്ഥത്തിലൊരു വിലയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.